പാർലമെന്റ് വളപ്പിലെ ഒരു നാടകം. ഉം. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളിലും പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയും പപ്പു യാദവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. രണ്ട് കോമാളികള്. ഇത്ര നന്നായിട്ട് അവർക്ക് നാടകം കളിക്കാൻ അറിയുമെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും നാടകം കുറച്ച് അതിര് വിട്ടുപോയോ എന്നൊരു പ്രശ്നമുണ്ട്. അയോധ്യ പ്രശ്നമാണ് ഇവർ നാടകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ VHP ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. സന്യാസി സമൂഹത്തെ അതുപോലെ തന്നെ ശ്രീരാമനെയും ഒക്കെ ഇവർ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു നാടകം നടത്തിയതെന്ന്. സാറ് നാടകം കണ്ടോ? ഞാനിപ്പോ കുട്ടിയെ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഉം. ലോക്സഭയുടെ മുമ്പിൽ അതെ ഇരുന്നിട്ട് മറ്റേ സന്യാസി വേഷം കെട്ടി പപ്പു യാദവും പിന്നെ ഇയാൾ കൊണ്ട് പൈസ ഇട്ട് കൊടുത്ത് തൊഴുകയൊക്കെ ചെയ്യണ അതല്ലേ? അതെ. ഇപ്പൊ രണ്ടുപേരും കോമാളികളാണ്. പിന്നെ ഇയാൾ കോമാളിയാണെന്ന് കഴിഞ്ഞ ദിവസം ഈ നീറ്റിനെ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അയാൾ കാണിച്ചു കൊടുത്തു. അയാൾ യഥാർത്ഥ കോമാളിയാണെന്ന്. അല്ല, രാഹുൽ ഗാന്ധി സഭയിൽ മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്പീക്കർ. അയാളോട് സംസാരിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞ മൈക്ക് ഓഫ് ചെയ്തേക്കുക എന്ന് ഓൺ ചെയ്ത് വെച്ച മൈക്ക് അയാൾ ഓഫ് ചെയ്തു. അപ്പം ഇയാളൊരു കാര്യം മറന്നുപോയി. ഇയാൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓണാണ്, അതെല്ലാവരും കേൾക്കണ്ടെന്നുള്ള അയാൾ മറന്നുപോയി. എന്നിട്ട് ഇയാൾ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, നിങ്ങൾ ആ മൈക്ക് ഓൺ ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും നേരം ആ മൈക്ക് ഓണായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾ ഓഫാക്കിയത്, ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത പോലെയൊക്കെ കാണിച്ച് അപ്പോഴത്തേക്കും ഇയാളുടെ ആസ്മാതി ഒരുത്തനുണ്ട്, KC വേണുഗോപാൽ, അയാൾ എന്നിട്ട് പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കുക എന്ന്. പൊട്ടൻ്റെ കൂടെ ചേർന്ന പൊട്ടനല്ലാത്തവനും പൊട്ടനാവുന്നുള്ള തെളിവാണ് ആ കണ്ടത്. അങ്ങനെ സ്വയം അയാളൊരു കോമാളിയാണെന്ന് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു അയാൾ. ഈ പാർലമെന്റിനകത്തും പുറത്തും രണ്ടിടത്തും കോമാളിയായി. ഇപ്പം ഇതുവരെ പാർലമെന്റിന്റെ അകത്ത് മാത്രമേ കോമാളിയായിരുന്നുള്ളൂ. ഇപ്പൊ പാർലമെന്റിന് പുറത്ത് പരസ്യമായിട്ട് കോമാളിത്തരം കാണിച്ചു അയാൾ. ഈ നാടകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കണ്ടിട്ട്? ഇത് ഒരു കാര്യമുണ്ട്. ഈ അയോധ്യ ക്ഷേത്രം അവിടുത്തെ പൈസ മോഷണം പോയത് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഈ നാടകം കളിച്ചത്. ഈ പറയണ രാഹുൽ ഗാന്ധി എന്ന കോമാളിയോ അയാളുടെ ശിങ്കിടികളോ ഇന്നേ വരെ അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, അവർക്ക് വിശ്വാസമില്ല. കാരണം അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അവിടെ ബാക്കി എല്ലാവരും പോയി. ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി വരെ പോയി അവിടെ തൊഴുതിട്ട് വന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വലിയൊരു തുക അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞു. 250 കോടി രൂപ മോഷണം പോയി എന്നാണ് ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞത്. ഇപ്പം വന്ന് ഏറ്റവും അവസാനം ചുരുങ്ങിയത് 7 കോടി രൂപയാണ്. അപ്പം ഇതിൻ്റെ ഈ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ പൊട്ടനോ അല്ലെങ്കിൽ പൊട്ടൻ്റെ ശിങ്കിടികൾക്കോ മനസ്സിലായിട്ടില്ല. ഇവർ ബഹളം ഉണ്ടാക്കും പാർലമെൻറ്റിൽ ചെന്നിരുന്ന്, ഇത് മോഷണം പോയി, രാജിവെക്കണം, മോദി രാജിവെക്കണം, ഗവൺമെൻറ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് 2014 തൊട്ട് ഇവർ സ്ഥിരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല്ലവിയാണ്, നരേന്ദ്രമോദി രാജിവെക്കണമെന്ന്. അദ്ദേഹം ഒന്ന് മാറിക്കിട്ടിയിട്ട് വേണമല്ലോ ഇവൻ അവിടെ പ്രധാനമന്ത്രിയാവായിട്ട് സ്വയം അവരോധിതനാവാനായിട്ട്. അതിനിടയ്ക്ക് ആളൊരു കാര്യം മറന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രി ആവുക എന്നുള്ള ഇവർ മറന്നിരിക്കുക. ഇപ്പോൾ ഇത് പടവ് കഴിയണ്ടേ, അതിനെത്തൂല. അപ്പം ഇതിൽ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തു, ചാർജ് ഷീറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ അന്വേഷണ ഏജൻസികൾ. 16 പേരെ കണ്ടിട്ട് അറസ്റ്റ് ചെയ്തു. അവർ കുറ്റവും സമ്മതിച്ചു, ഇടി കൊടുക്കാണ്ടിന് കുറ്റം സമ്മതിച്ചു. അവർ 20,000 രൂപ ശമ്പളമുള്ളവൻ 80 ലക്ഷത്തിൻ്റെ വീട് വെച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ ക്ഷേത്ര ഭരണ സമിതിയായിട്ട് ഈ മോഷണത്തിന് യാതൊരു പങ്കില്ല. എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൻ്റെ ഹുണ്ടിയിൽ, അതായത് ഭണ്ഡാരത്തിൽ കിട്ടുന്ന പൈസ എണ്ണാനായിട്ട് ഈ ക്ഷേത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഗ്രിമെൻ്റ് ഒപ്പിട്ടു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അവർ ഇത് ഔട്ട്സോഴ്സ് ചെയ്തു. ഈ ജോലി അവരുടെ സ്ഥിരം നോട്ട് എണ്ണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഔട്ട്സോഴ്സ് ചെയ്തു. അതിനകത്ത് ജോലിക്കാരായിട്ട് വന്നിരിക്കുന്നവരൊക്കെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരാണ് ഈ പൈസ മോഷ്ടിച്ചത്. പക്ഷെ അത് പൈസ മോഷ്ടിച്ച് അധിക ദിവസം ആവുന്നതിന് മുമ്പ് കയ്യോടെ പിടിച്ചു. അത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു 7.5 കോടി രൂപയാണ് മോഷണം പോയത്.
ആ 7.5 കോടി രൂപയിൽ ഇങ്ങനെ കുറേ പൈസ ഈ എന്താ 20,000 രൂപ ശമ്പളമുള്ളവന് 80 ലക്ഷത്തിൻ്റെ വീട് വെച്ച കണക്കൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ ഏതാണ്ട് 1-2 ലക്ഷം രൂപയുടെ കുറവറ്റേ കാണാനുള്ളൂ. അത് അവർ അവിടെ തന്നെ കണ്ടെടുക്കും എവിടെ നിന്നാണെങ്കിലും. കുത്തു കിട്ടുമ്പോൾ എല്ലാവന്മാരും സത്യം പറയും. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. ആ ഇഷ്യൂ ഇവർ ഉന്നയിക്കാൻ നോക്കിയത് ചീറ്റിപ്പോയി. ഇപ്പം നീറ്റിലും പൊളിഞ്ഞു പോയി. അപ്പോൾ ഉടനെ തന്നെ അയോധ്യയിലേക്ക് വന്ന് അയോധ്യയും പൊളിഞ്ഞിരിക്കുകയെന്ന് ഈ ആരോപണങ്ങൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുക അയോധ്യയെ സംബന്ധിച്ചിട്ടുള്ള. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ പപ്പു യാദവും പിന്നെ ഈ യഥാർത്ഥ പപ്പുവും തമ്മിലുള്ള നാടകം നടന്നത്. നമ്മൾ ആക്ഷേപഹാസ്യം കൊള്ളാം. ഒരു ഭരണകക്ഷിയെ ആക്ഷേപിക്കണമെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവുക? ഒരു ആരോപണം ഉന്നയിക്കണം. ആ ആരോപണം കവറപ്പ് ചെയ്യാൻ വേണ്ടി ഭരണകക്ഷി എന്തെങ്കിലും തട്ടിപ്പ് വേലകൾ പറയുമ്പോഴാണെങ്കിൽ കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി കൺവിൻസിങ് അല്ലാത്ത മറുപടി പറയുമ്പോഴാണ് എല്ലാ മാർഗവും അടയ്ക്കുമ്പോൾ ആക്ഷേപഹാസ്യത്തിലേക്ക് പോകണം. ഇവിടെ ആക്ഷേപവും ഇല്ല, ഹാസ്യമില്ല, ഒന്നുമില്ല. എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇവർ മനസ്സിൽ കാണുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് മരത്തിൽ കണ്ട് സംഗതി മുഴുവൻ ഇതാക്കി കേസ് തെളിയിച്ചു കഴിഞ്ഞു. ഇതിനെ പറ്റിയിട്ട് ആരോപണം ഉന്നയിക്കണ ഒരു കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സുകാരെ പത്രം വായിക്കില്ലല്ലോ, എഴുത്തും വായന അറിയാവുന്നില്ല. ഈ പപ്പുവിനെ പോലുള്ളവരല്ലേ. രാഹുൽ ഗാന്ധി ഭയങ്കര സ്ലോ ആണോ? അയാൾ സ്ലോ അല്ല, അയാളൊരു മന്ദബുദ്ധിയാണ്. പിന്നെ അത് മാത്രമല്ല, അങ്ങേർക്ക് മാനസികമായി വേറെ പല പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. ഇയാൾ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാവുന്നതെന്നും കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞതാണ്. ഇത് കേൾക്കുമ്പോൾ പലരും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഇത് മോശമല്ലേ എന്നൊക്കെ കേൾക്കുന്ന ഒരു വിഭാഗം മാത്രം കേട്ട് കഴിഞ്ഞാൽ അത് ഈ പത്രങ്ങൾ വായിക്കുന്ന ആൾക്കാർ പത്രത്തിൽ എന്താ എഴുതിയിരിക്കണേ എന്നുള്ളത് അങ്ങനെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കും. മനസ്സിലായല്ലേ? ഇവിടെ ക്രിസ്ത്യാനികൾക്കൊരു പത്രമുണ്ട്, 1-2-3 പത്രമുണ്ട് ക്രൈസ്തവരുടേതായ. പിന്നെ മതമില്ലാതെ ഹിന്ദുക്കൾക്ക് പത്രമില്ല, അത് പോട്ടെ. പിന്നെ ഉള്ളത് കോഴിക്കോട്ടുള്ള മറ്റേ കോയമാരെല്ലാവരും കൂടി ചേർന്നൊരു പഴയ ദേശീയ ദിനപത്രം വിലക്കി മേടിച്ച് അവർ പറയണ വാർത്തയെ അച്ചടിച്ച് വരുള്ളൂ. അപ്പോൾ ആ പത്രത്തിനകത്ത് പിന്നെ വഴിപ്പോക്കനും ചെരുപ്പ് കുത്തിയും തെമ്മാടിയും അവരിവരൊക്കെയാണ് എഴുതണത് മുഴുവൻ. ആ പേരുകളിലാണല്ലോ ഓരോരുത്തർ എഴുതണത്. അവരെന്ത് നുണ എഴുതി വിടണം അവരത് വിശ്വസിക്കും. അയാളത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതാണ് ഈ സത്യം എന്ന് വിശ്വസിക്കും. അഡിക്ഷനാണ് ഇത്. കാലക്രമേണ മാറും ഇത്. കാരണം ഈ പത്രത്തിൽ വരുന്ന വാർത്ത വിശ്വസനീയമല്ലാന്നും ജനങ്ങൾ പതുക്കെ മനസ്സിലാവും. ഇപ്പോൾ ഈ നീറ്റ് സംബന്ധിച്ച് ജന്തർ മന്തറിലൊരു പ്രക്ഷോഭണം നടന്നുവല്ലോ. 120ഓളം പോലീസുകാർക്ക് പരിക്ക് പറ്റി. 70 പോലീസുകാരുടെ നില ഗുരുതരമായിരുന്നു. ഞാൻ ദേശീയ ചാനലുകളിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്, പോലീസുകാരെ കരിങ്കല്ല് കൊണ്ട് തലക്കിട്ട് അടിക്കുന്നു. അവർക്ക് പരിക്ക് പറ്റി, അവരൊന്നും ചെയ്തില്ല. അവസാനം എല്ലാ വാതിലും അടഞ്ഞപ്പോൾ ഒരു ആത്മരക്ഷാർത്ഥമാണ് പെല്ലറ്റ് ഗൺ എന്ന് വെച്ചിട്ട് ഉപയോഗിച്ചത്. അതിനെതിരെ ചോദ്യം ചെയ്തയാൾ പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കി. എന്താണ്, അമിത്ഷാ അറിയാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കില്ല, മോദി അറിയാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കില്ല എന്ന്. അന്ന് വൈകുന്നേരം ഡൽഹി പോലീസ് ഓഫീസേഴ്സ് അവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഇത് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ജനസഞ്ചയത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഡൽഹി പോലീസ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ഓർഡറും കിട്ടിയിട്ടില്ല മുകളിൽ നിന്ന്. എല്ലാ വാതിലും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മരക്ഷാർത്ഥം ഞങ്ങൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ട് വെടിവെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ തീർന്നില്ലേ ആ പ്രശ്നം? അപ്പോൾ ഇയാൾ പറയണതിന് എന്ത് വാല്യൂ ഉണ്ട്? ഈ കേരളത്തിൽ ഏതെങ്കിലും പത്രത്തിൽ എഴുതിയിരുന്നോ പോലീസുകാർക്ക് പരിക്കേറ്റിയ വിവരം? എഴുതൂല. ഇസ്ലാമിക് ടെററിസ്റ്റുകളും ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ചേർന്നാണ് കേരളത്തിലെ പത്രങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു MP-ൻ്റെ അമ്മയ്ക്ക് വിളിച്ചു വേറൊരു MP. അതിനെപ്പറ്റി ഏതെങ്കിലും പത്രം എഴുതിയിട്ടുണ്ടോ? എനിക്കറിയില്ല, മലയാളം പത്രം ഞാൻ നോക്കാറില്ല. എഴുതിയിരുന്നോ? അത് ഏതെങ്കിലും TV ചാനലിലെ വാർത്ത വന്നോ? പുറത്തുള്ള ചാനലുകളിൽ വരിക, അതൊക്കെ ദേശീയ ചാനലുകളാണ്. അവർക്ക് എന്ത് പൊട്ടാസ് എന്ത് ബ്രിട്ടാസ്, നല്ല കാര്യം. ഊയിസി അയാൾ അവിടെ ചെന്ന് 4 പേരെ അറിയാൻ കൂടിയില്ല.
ഇയാൾ അവിടുത്തെ പഴയ ദേശാഭിമാനി റിപ്പോർട്ടറായിരുന്നു. എഴുത്തും വായന അറിയാണ്ട് ഈ കടലിൽ മീൻ പിടിക്കാൻ നടന്നിരുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി ഇയാളെ. ആ ദേശാഭിമാനിയിൽ പാർട്ടി മെമ്പർഷിപ്പ് വഴി കണ്ട് കയറി പറ്റി. അതാണ് അയാളുടെ വലിയ ക്വാളിഫിക്കേഷൻ. അയാൾ എന്നിട്ട് ഒരുമാതിരി ബൊംബാസ്റ്റിക് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ആൾക്കാർ പേടിച്ചു എന്നാണ് അയാളുടെ ധാരണ. അപ്പുറം വിട്ട് കഴിഞ്ഞാൽ പാലക്കാടൻ അപ്പുറത്ത് പോയാൽ എന്ത് ബ്രിട്ടാസ് എന്ന ആൾക്കാർ ചോദിക്കണേ. എന്താ തമ്പിതുരെ കയറി വിളിച്ചു അയാള്, അമ്മ കയറി വിളിച്ചു. തമ്പിതുരെ ആണെങ്കിലും അറിയേണ്ടതല്ലേ, ഇയാൾ അത്ര വലിയ നേതാവാണെങ്കിൽ ഇയാൾ അറിയേണ്ടതല്ലേ. തമ്പിതുരെ കയറി വിളിച്ചു ഇയാള് ചീള് കേസെന്ന് പറഞ്ഞിട്ടുണ്ടാവും തമ്പിതുരെ ഇയാളെ കുറിച്ചിട്ട്. കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അയാൾക്ക് തോന്നേണ്ടതുപോലെ തോന്നി. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ഇയാൾ സ്ഥിരം പ്രധാനമന്ത്രിനെ ചീത്ത വിളിക്കും, നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിക്കും, വിവരക്കേട് വിളിച്ച് പറയും. ഇപ്പം കോടതിക്ക് തന്നെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ബോധ്യം, മാനസിക വിഭ്രാന്തി പിടിപെട്ട അല്ലെ മാനസിക വൈകല്യമുള്ള ഒരു 57കാരനായ യുവാവാണ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് കോടതിക്ക് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. അവർ കേസെടുക്കൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് പലവട്ടം നരേന്ദ്രമോദി ചോർഹ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്ത് വിട്ടതാണ്, മേലെ അങ്ങനെ പറയരുന്നു. അപ്പോൾ ഇയാൾ കോടതിയിൽ മാപ്പ് പറഞ്ഞ് എനിക്ക് തെറ്റു പറ്റിപ്പോയി, ഞാൻ ഇനിയും പറയില്ല എന്ന് പുറത്തിറങ്ങി വന്നിട്ട് പിന്നെയും വിളിച്ചു ചീത്ത. ഈ പഞ്ചതന്ത്ര കഥയിൽ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, മറ്റേ അമരശക്തി എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. അയാൾക്ക് 3 മക്കളുണ്ട്, ബഹുശക്തി, ഉഗ്രശക്തി, അനന്തശക്തി എന്ന് പറഞ്ഞിട്ട്. ഈ 3 മക്കളും നാനാവിധമായിപ്പോയി, അലവലാദികളായി. അങ്ങേയറ്റ അലവലാദികൾ എന്ന് പറഞ്ഞാൽ പോരാ, അവരെ പോലെ അലവലാദികൾ വേറെ ആരുമില്ല. അവരെ വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടി, സംസ്കാര സമ്പന്നരാക്കാൻ വേണ്ടി ഈ അമരശക്തി എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു മന്ത്രി ഉപദേശിച്ച പ്രകാരമാണ് വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ വന്ന് അവർ ഈ 3 മക്കളെയും വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പഞ്ചതന്ത്ര കഥകളിലൂടെ വിദ്യാഭ്യാസം നൽകി അവരെ സംസ്കാര സമ്പന്നരാക്കിയത്. അതേപോലെ അന്റോണിയോ മെയ്നോ ഏതെങ്കിലും ഒരു ഗുരുവിനെ ഇടപാട് ചെയ്ത് ഇയാളെ റെക്ടിഫൈ ചെയ്യാൻ ഒന്ന് നമുക്ക് ശ്രമിച്ച് നോക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഈ 57ാമത്തെ വയസ്സിൽ അയാളെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയാളെ നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ അനിയത്തിനെ നേരെയാക്കാൻ പറ്റും. അവർക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്നാണ് ജനങ്ങൾ വിശ്വസിക്കണം. പക്ഷെ ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു ലോക്സഭയിൽ പ്രസംഗിച്ച കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വലിയ വ്യത്യാസമൊന്നുമില്ല. മലയാളത്തിലൊരു ചൊല്ലില്ലേ, ചേട്ടൻ്റെ അനിയൻ കോന്തക്കുറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഇത് ചേട്ടൻ്റെ അനിയത്തി കൊച്ചു കല്യാണി, ആ രീതിയിലാണ് പോണത് മുഴുവനും. ഈ നാടകവും പൊളിഞ്ഞു പോയി 8 തട്ടിപ്പുണ്ട്. ഇപ്പം അത് മാത്രമല്ല, കോടതിയിൽ കേസും വരും സന്യാസിമാരെ അപമാനിച്ചതിന്. കേസ് കൊടുത്തു. ഈ കാവി വസ്ത്രത്തെ അപമാനിക്കുക എന്നൊക്കെ പറയണേ. ഇവൻ പോയി മറ്റേ തലയിൽ തൊപ്പിയും വെച്ച് താടിക്കാരന്മാരെ ആരെങ്കിലും അവൻ അപമാനിക്കുമോ? ഈ ഹിന്ദുക്കളുടെ നെഞ്ഞത്തല്ലേ അവൻ കയറുള്ളൂ പോയിട്ട്, അവനും അവൻ്റെ ചേച്ചിയും അനീതിയും പോയിട്ട്. ധൈര്യമുണ്ടോ എന്തെങ്കിലും മറ്റേ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളോ എന്തെങ്കിലും പറയാനായിട്ട്? അടി കിട്ടും നന്നായിട്ട്, മിണ്ടൂല. ഇതൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കുറച്ച് നാൾ കോടതി കയറേണ്ടി വരും മിക്കവാറും. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.